ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 1ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠഭാഗമായിട്ടുള്ള ക്രോ ബോയ് എന്ന പാഠഭാഗമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്, അതിൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റിയും എല്ലാം കൂടെ നമ്മൾ ഒരു വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. Let's read a story of a shy and quiet boy who had incredible talent that made him special on his own way. അഥവാ ഒരു കുട്ടിയുടെ ഒരു ഷൈ ആയിട്ട് അതുപോലെ ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു ബോയിയുടെ സ്റ്റോറിയാണിത്. പക്ഷെ അവനക്ക് എന്തുണ്ട്, ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ടാലൻസ് ഉണ്ട്. അഥവാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടാലൻ്റ് ഉള്ള ഒരു കുട്ടി കൂടെയാണ്. ആ ഒരു ടാലൻ്റാണ് അവൻ്റെ പേരിൽ അവനെ സ്പെഷ്യൽ ആക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് ഇത്. ക്രോ ബോയ് ടാരോ യാഷ്മ എഴുതിയ ഒരു സ്റ്റോറിയാണ്. നമുക്ക് നേരെ പാഠഭാഗം നോക്കാം. ക്രോ എന്ന് പറഞ്ഞാൽ കാക്കയാണ് അല്ലേ. അപ്പോൾ കാക്ക പോലെയുള്ള ഒരു കുട്ടിയാണ്, ഒരു ആൺകുട്ടിയാണ്. On the first day of our village school, one of the boys was found missing. എന്താണ്, നമ്മുടെ വില്ലേജിലെ സ്കൂളിൽ ഫസ്റ്റ് ഡേ തന്നെ ഒരു കുട്ടിയെ മിസ്സായി, അവനെ കാണാനില്ല. Then he had hidden himself in a cellar in the school house. അപ്പോൾ അവൻ എവിടെയാണ്, അവൻ സെല്ലാർ എന്ന് പറഞ്ഞാൽ നിലവറ, സ്കൂളിൻ്റെ നിലവറയിലാണ് അവന് ഒളിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. None of us knew him. പക്ഷെ അവന് ആരെയും അറിയില്ല. He was dark and small. അവൻ വളരെ വളരെ ചെറുതും കുറച്ച് ഡാർക്ക്, കുറച്ച് ഇരുണ്ട കളറുള്ള ഒരു കുട്ടിയായിരുന്നു. He looked different from the other students. ബാക്കിയുള്ള കുട്ടികളിൽ നിന്നും അവന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കായിരുന്നു അവനുണ്ടായിരുന്നത്. Then he lived on the other side of the mountain. അവൻ ജീവിക്കുന്നതോ മൗണ്ടൈൻ്റെ അപ്പുറത്തെ സൈഡിലാണ് അവൻ ജീവിക്കുന്നത്. Because of his size, he was named Chippy, വിച്ച് മീൻ ടൈനി ബോയ്. അപ്പോൾ അവൻ്റെ ആ ഒരു ചെറിയ സൈസ്, അവൻ സ്മോൾ ആയതുകൊണ്ട് തന്നെ അവൻ എന്താണ് വിളിച്ചിരുന്നത്, ചിപ്പി എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ടൈനി ബോയ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദെൻ അപ്പോൾ ഈ ക്ലാസ്സിൽ നോക്കൂ, ഇവിടുത്തെ ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന കുട്ടിയാണ് ഇത്. അവനെന്താണ്, വളരെ ഷോർട്ടാണ്, ചെറുതാണ്, അതുപോലെ തന്നെ കുറച്ച് ഡാർക്കുമാണ്. This strange boy was too scared of our teachers to learn anything. അപ്പോൾ ഇവനെന്താണ്, വളരെ സ്കെയർഡ് ആണ്, വളരെ പേടിയാണ്, ടീച്ചേഴ്സിനെയും മറ്റുമൊക്കെ വളരെ പേടിയാണ്. അതുകൊണ്ട് തന്നെ അവന് ഒന്നും ഇങ്ങനെ കൂടുതലായിട്ട് ലേൺ ചെയ്യാതെ, ടീച്ചറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലേൺ ചെയ്യുന്നതും മറ്റുമൊക്കെ പേടിച്ചിട്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. He was too scared to make friends with other children. അപ്പോൾ മറ്റുള്ള കുട്ടികളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് പോലും അവനിക്ക് പേടിയായിരുന്നു. So he was left alone at study time and play time. അപ്പോൾ അവന് പഠിക്കുന്ന സമയത്തും കളിക്കുന്ന സമയത്തും ഒക്കെ അവന് എപ്പോഴും ഒറ്റക്ക് തന്നെ ആയിരുന്നു. He was always at the back of a class and at the end of a line. അപ്പോൾ എപ്പോഴും അവന് ക്ലാസ്സിൻ്റെ ബാക്കിലും അതുപോലെ തന്നെ ലൈനിൻ്റെ ഒക്കെ, ഇപ്പോൾ ലൈനായിട്ടൊക്കെ ക്യൂ ആയിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിലും എപ്പോഴും അവന് ബാക്കിലായിരുന്നു നിന്നിരുന്നത്. But Chippy found many ways to pass the time and amuse himself. അപ്പോൾ അവന് ഒറ്റക്ക് തന്നെ അവൻ്റെ എല്ലാ സമയങ്ങളും ചെലവഴിക്കാനും ഒക്കെ അവന് ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു. He found just stare at the top of his desk for a long time. അപ്പോൾ അവൻ എന്താ ചെയ്തിരുന്നത്, അവൻ്റേതായ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടി സമയം ചെലവഴിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും ഒരു തുറിച്ചു നോക്കുക, അവൻ്റെ ഡെസ്കിനെയും ടോപ്പിനെയും ഒക്കെ ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടേയിരിക്കും. Sometimes he found like gazing at the ceiling of 4 hours. ചിലപ്പോൾ അത് മണിക്കൂറോളം അവൻ എന്ത് ചെയ്യും, ഇങ്ങനെ അതിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, എന്താണ് ലൈ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് എന്താ പറയുക, ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറയുക, അതുപോലെ തന്നെ നുണ പറയുക. പിന്നെ അടുത്തൊരർത്ഥം എന്ന് പറയുന്നത് കിടക്കുക എന്നുള്ളത്. അപ്പോൾ അവൻ ഒരുപാട് നേരം അതിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. ഗെയ്സിങ് എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു നോക്കിയിട്ട് ഒരുപാട് സമയം ഇങ്ങനെ കിടക്കുമായിരുന്നു. There were many things to interest him. The design on the shirt of a boy sitting next to him or what he could see out of the window. അപ്പോൾ അത് മാത്രമല്ല, അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അവൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു ബോയുടെ ഷർട്ടിലെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നോക്കുക, അതുപോലെ തന്നെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുക. ഇതൊക്കെ ആയിരുന്നു അവനിക്കുള്ള പ്രധാനമായിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ ദ പ്ലേ ഗ്രൗണ്ട് ചിബി വുഡ് just close his eyes and listen to the wonderful sound that came from near and far. പ്ലേ ഗ്രൗണ്ടിൽ അവൻ ഇരിക്കുന്ന സമയത്ത് അവൻ്റെ കണ്ണുകളും ഒക്കെ എന്താണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ലിസൺ ചെയ്തുകൊണ്ടേയിരിക്കും. വണ്ടർഫുൾ ആയിട്ടുള്ള സൗണ്ട്സ്, അവൻ്റെ അടുത്തുനിന്നും ദൂരെ നിന്നും വരുന്ന സൗണ്ട്സിനെ ഒക്കെ അവനിങ്ങനെ ലിസൺ ചെയ്തുകൊണ്ടേയിരിക്കും. Then and he caught
and he could hold and watch insects and grubs that most of us would not touch or even look at. മാത്രമല്ല അവൻ എന്ത് ചെയ്യും, ഒരുപാട് ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ പ്രാണികൾ, അതുപോലെ ഗ്രബ്സ് എന്ന് പറഞ്ഞാൽ ചെറു പുഴുക്കളൊക്കെ, അതിനെയൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് അതിനെയൊക്കെ ഒരുപാട് നേരം നോക്കി നിൽക്കുകയും അതിനെ മറ്റുള്ളവരൊന്നും ടച്ച് ചെയ്യാത്ത സാധനത്തിനെയൊക്കെ അവനിങ്ങനെ എടുത്തു നോക്കുകയും മറ്റുമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. എവ്രി വൺ കോൾഡ് ഹിം സ്ലോ പോക്ക്, ഈവൻ ദ ചിൽഡ്രൻ ഇൻ ദ ലോവർ ക്ലാസ്സസ്. അപ്പൊ അവനെന്താണ് സ്ലോ പോക്ക്, ഒരു മന്ദവേഗൻ എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ എല്ലാവരും ചെറിയ ക്ലാസ്സിലെ കുട്ടികളും മറ്റുമൊക്കെ അവനെങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു. ബട്ട് സ്ലോ പോക്ക് ഓർ നോട്ട്, ചിബി കെയിം ട്രെൻഡിങ് ടു സ്കൂൾ എവറി ഡേ. ഹി ഓൾവേസ് ബ്രോട്ട് ദ സെയിം ലഞ്ച്, എ ബൗൾ ഓഫ് റൈസ് റാപ്ഡ് ഇൻ എ റാഡിഷ് ലീഫ്. അപ്പോൾ അവന് സ്ലോ പോക്കോ എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ എന്താണ്, ചിബി എല്ലാ ദിവസവും ഡ്രഡ്ജിങ് എന്ന് പറഞ്ഞാൽ കാൽനടയായിട്ട് സ്കൂളിലേക്ക് എല്ലാ ദിവസവും വരുന്ന ഒരു കുട്ടി കൂടെയാണ്. അവന് എല്ലാ ദിവസവും ലഞ്ച് കൊണ്ടുവരുന്നത് സെയിം സാധനം തന്നെയാണ്.
എങ്ങനെ കൊണ്ടുവരാറുള്ളത്? എ ബൗൾ ഓഫ് റൈസ് റാപ്ഡ് ഇൻ എ റാഡിഷ് ലീഫ്. റാഡിഷിന്റെ ലീഫിൽ ഇങ്ങനെ റാപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇലയിലൊക്കെ ചോറ് പൊതിഞ്ഞുകൊണ്ടില്ല, അതുപോലെ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവരാറുള്ളത്. ഈവൻ വെൻ ഇറ്റ് റെയിൻഡ് ഓർ സ്റ്റോംഡ് ഹി സ്റ്റിൽ കെയിം ട്രഡ്ജിങ് എലോൺ. ഇപ്പോൾ അത് അന്നത്തെ ദിവസം അല്ലെങ്കിൽ സ്കൂളിലെ ദിവസങ്ങൾ വല്ല മഴയോ അല്ലെങ്കിൽ സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് എന്തുണ്ടായാലും അവരെന്താണ് കാൽനടയായിട്ട് സ്കൂളിലേക്ക് വരാറുണ്ട്. ഹി വുഡ് ദെൻ ബി റാപ്ഡ് ഇൻ എ റെയിൻ കോട്ട് മെയ്ഡ് ഫ്രം സീബ്ര ക്രോസ്. അപ്പോൾ അവന് സീബ്ര ക്രോസിലൊക്കെ ഇങ്ങനെ റെയിൻ കോട്ടൊക്കെ റാപ്പ് ചെയ്തിട്ടാണ് അവനും മഴയത്തൊക്കെ വരാറുള്ളത്. 5 years went by and we were in the 6th grade, the last class in school. അങ്ങനെ 5 വർഷം കടന്നുപോയി. അവിടെ എന്ത് ചെയ്തു? 6ാം ക്ലാസ്സിൽ എത്തി. അങ്ങനെ 6ാം ക്ലാസ്സിലെ ലാസ്റ്റ് ക്ലാസ്, ആ സ്കൂളിലെ ലാസ്റ്റ് ക്ലാസ് ആണ് 6ാം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് അവർ എത്തി. മിസ്റ്റർ ഐസോപ്പ് വാസ് എ ഫ്രണ്ട്ലി മാൻ വിത്ത് എ കൈൻഡ് സ്മൈൽ. അവിടെ ഒരു മിസ്റ്റർ ഐസോപ്പ് എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു. അതാരാണെന്ന് പറയുന്നില്ല. വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു സ്മൈലായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് മിസ്റ്റർ ഐസോപ്പ് ഹു ചേഞ്ച് ദ വേ വി ലുക്ക് അറ്റ് ചിബി. അപ്പോൾ ചിബിയുടെ ആ ഒരു ലുക്ക് തന്നെ അവരെന്ത് ചെയ്തു? മിസ്റ്റർ ഐസോപ്പ് ചേഞ്ച് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഐസോപ്പ് എന്ന് പറയുന്നത് ടീച്ചർ ആയിരിക്കും അല്ലെ. മിസ്റ്റർ ഐസോപ്പ് ഓഫൻ ടുക്ക് ഹിസ് ക്ലാസ് ടു ദ ഹിൽ ടോപ്പ് ബിഹൈൻഡ് ദ സ്കൂൾ. അപ്പോൾ ഹിൽ ടോപ്പിലെ ആ ഒരു ബിഹൈൻഡ് ദ സ്കൂളിൽ ആ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളായിരുന്നു. ഹി വാസ് പ്ലസ് ടു ലേൺ ദാറ്റ് ചിബി ന്യൂ ഓൾ ദ പ്ലേസസ് വേർ ദ വൈൽഡ് ഗ്രേപ്പ് ആൻഡ് എ വൈൽഡ് പൊട്ടാറ്റോസ് ഗ്രൂ. അപ്പോൾ അദ്ദേഹം വളരെ പ്ലസോട് കൂടിയിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. എന്തിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു? വൈൽഡ് പൊട്ടാറ്റോസിനെ കുറിച്ചിട്ടും ഗ്രേപ്സിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ചിബിക്ക് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. ഹി വാസ് അമേസ്ഡ് ടു ഫൈൻഡ് ഹൗ മച്ച് ചിബി ന്യൂ അബൌട്ട് ഓൾ ദ ഫ്ലവേഴ്സ് ഇൻ അവർ ക്ലാസ് ഗാർഡൻ. അപ്പോൾ ക്ലാസ് ഗാർഡനിലുള്ള എല്ലാ ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടും ചിബിക്ക് വളരെ നന്നായിട്ട് അറിവുണ്ടായിരുന്നു എന്നുള്ളത് അയാളെ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഹി ലൈക്ക്ഡ് ചിബീസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ആൻഡ് ടാഗ്ഡ് them up on the wall for everyone to see. അങ്ങനെ എന്ത് ചെയ്തു? നമ്മുടെ ചിബിയുടെ അടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഡ്രോ ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ടാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചു. എവിടെ? വാളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിൽ എല്ലാം ഒട്ടിച്ചു കൊടുത്തു. ദെൻ ഹി ഓൾസോ ഹാഡ് നോ കംപ്ലൈൻറ്റ്സ് അബൌട്ട് ചിബീസ് ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ ചിബിയുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് യാതൊരു തര കംപ്ലൈൻറ്റ്സും ഉണ്ടായിരുന്നില്ല. ഓൺലി ചിബി കുഡ് റീഡ് ഇറ്റ്. എന്താണ്? ചിബിക്ക് മാത്രമേ അത് ആക്ച്വലി വായിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. എങ്കിൽ പോലും അദ്ദേഹം എന്ത് ചെയ്തു? ചിബിയുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. മിസ്റ്റർ ഐസോപ്പ് ടാഗ്ഡ് സം ഓഫ് വാട്ട് ചിബി റോട്ട് ഓൺ ദ വാൾ. അപ്പോൾ ചിബി എഴുതിയിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്തു? വാളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തു. ആൻഡ് ഹി ഓഫൻ സ്പെൻഡ് ടൈം ടോക്കിംഗ് ടു ചിബി വെൻ നോ വൺ വാസ് എറൗണ്ട്. അപ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് അദ്ദേഹം ചിബിയുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് സമയം അവനുമായിട്ട് സ്പെൻഡ് ചെയ്തു. വെൻ ചിബി അപ്പിയർഡ് ഓൺ ദ സ്റ്റേജ് അറ്റ് ദ ടാലന്റ് ഷോ ഓഫ് ദാറ്റ് ഇയർ നോ വൺ കുഡ് ബിലീവ് ഹിസ് ഐസ്. ഹൂസ് ദാറ്റ്? അങ്ങനെ അവർ സ്കൂളിലെ ലാസ്റ്റ് ടാലന്റ് ഡേ ആയ സമയത്ത് എന്ത് ചെയ്തു? നമ്മുടെ ചിബിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ആർക്കും അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ വേണ്ടി പറ്റിയില്ല. അവർ ചോദിച്ചു, ഹൂ ഇസ് ദാറ്റ്? ആരാണിത് എന്ന് ചോദിച്ചു. വാട്ട് ക്യാൻ ദാറ്റ് സ്റ്റുപ്പിഡ് ഡു അപ്പ് ദർ? ബട്ട് they were astonished when Mr. Aesop announced that Chibi was going to imitate the cries of crows. They had more surprises coming. അപ്പോൾ എന്ത് ചെയ്തു? ആർക്കും മനസ്സിലായില്ല ഇത് ആരാണെന്ന്. അപ്പോൾ അവർ ചോദിച്ചു, എന്തിനാണ് ഈ സ്റ്റുപ്പിഡിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. പക്ഷേ ഏതുവരെ? നമ്മുടെ മിസ്റ്റർ ഐസോപ്പ് അനൗൺസ് ചെയ്യുന്നത് വരെ. അസ്റ്റോണറ്റ് എന്ന് പറഞ്ഞാൽ അമ്പരക്ക. അവർ മിസ്റ്റർ ഐസോപ്പ് അനൗൺസ് ചെയ്തപ്പോൾ അവർ ശരിക്കും അമ്പരക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് മിസ്റ്റർ ഐസോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇവന് നമ്മുടെ കാക്കയുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം സർപ്രൈസായി. അവർ ചോദിച്ചു, ക്രൈസ് ഓഫ് ക്രൗസ്, കാക്ക കരയുന്നതോ എന്ന് ചോദിച്ചു. ചിബി അസെൻഡ് ദ സ്റ്റേജ്. അസെൻഡഡ് എന്ന് പറഞ്ഞാൽ തന്നെ കയറുക എന്നുള്ളത്, ക്ലൈംബ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ചിബി ആ സ്റ്റേജിലേക്ക് കയറി. ഫസ്റ്റ് ഹി ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് ന്യൂലി ഹാച്ച്ഡ് ക്രൗസ്. അപ്പോൾ പുതിയതായിട്ട് വിരിഞ്ഞ ഈ കാക്കക്കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ, അവരുടെ സൗണ്ടാണ് ആദ്യമായിട്ട് ചിബി ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഹി ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് മദർ കൗ ആൻഡ് ഫാദർ ക്രോ. അതിനുശേഷം മദർ ക്രോവിൻ്റെയും ഫാദർ ക്രോവിൻ്റെയും ഒക്കെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തു. He then went on to show how crows cried early in the morning. അപ്പോൾ ഏർലി മോർണിംഗിൽ എങ്ങനെയാണ് ഇവർ ക്രൈ ചെയ്യുന്നത് എന്നുള്ളതും ഇമിറ്റേറ്റ് ചെയ്തു. He also imitated the cries of crows which were happy or sad. അതുപോലെ തന്നെ ഈ കാക്കകൾ സന്തോഷമായിരിക്കുമ്പോഴും ദുഃഖമായിട്ടിരിക്കുമ്പോഴും ഒക്കെ എങ്ങനെയാണ് കരയുന്നത് എന്നുള്ളത് വളരെ നന്നായിട്ട് അവർ എന്ത് ചെയ്തു? അവനെ അത് ഇമിറ്റേറ്റ് ചെയ്തിട്ട് കാണിച്ചു കൊടുത്തു.
Then everybody's mind was taken to the far mountains ഫ്രം വിച്ച് ചിബി കെയിം ടു ദ സ്കൂൾ. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഒരു കാര്യം, ഈ ചിബി എന്ന് പറയുന്നത് മൗണ്ടിൻ്റെ അപ്പുറത്തുനിന്ന് വരുന്ന ഒരു കുട്ടിയാണെന്നുള്ളത്. അവർക്ക് ശരിക്കും അവരുടെ മൈൻഡിനെ വളരെയധികം എന്താ പറയുക ഒന്ന് പ്രൊവോക്ക് ചെയ്തു എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്തു. നൗ ദേ കുഡ് ഇമാജിൻ എക്സാക്ട്ലി ദ ഫാർ ആൻഡ് ലോൺലി പ്ലേസ് വേർ ചിബി ലീവ്ഡ് വിത്ത് ഹിസ് ഫാമിലി. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ ആളുകളൊന്നും ഇല്ലാത്ത വളരെ ഒന്നോ രണ്ടോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്, വളരെ ദൂരെയുള്ളത്. അപ്പോൾ അവിടെയാണ് ചിബിയും ഫാമിലിയും ഒക്കെ താമസിക്കുന്നത് എന്നുള്ളത് അവർക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റിയില്ല. Then Mr. Aesop explained how Chibi had learned those codes, leaving his home for school at dawn and returning at sunset every day for 6 long years. അപ്പോഴാണ് നമ്മുടെ മിസ്റ്റർ ഐസോപ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ത്, ചിബി എന്ന് പറയുന്നത് ഇത്രയും ദൂരെ നിന്ന് വരുന്ന ഒരു കുട്ടിയാണ്, അവൻ്റെ വീട് അത്രയും ദൂരത്താണ് അല്ലേ. അപ്പോൾ അവിടെ നിന്നും അത്രയും ഡൗൺ എന്ന് പറഞ്ഞാൽ പ്രഭാതം, ഇത്രയും പ്രഭാതത്തിലേക്ക് സ്കൂളിലേക്ക് ഈ 6 വർഷമായിട്ട് അവന് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ തിരിച്ചെത്തുന്നത് എപ്പോഴാണ്, സൺസെറ്റിൻ്റെ സമയത്താണ് അവൻ തിരിച്ചെത്തുന്നത്. ഏർലി മോർണിംഗിൽ ഇറങ്ങിയിട്ട് പ്രഭാതത്തിൻ്റെ സമയത്ത് ഇറങ്ങിയിട്ട് അത്രയും ലേറ്റ് ആയിട്ടാണ് അവന് വീട്ടിലെത്തുന്നത്. Everyone of us cried, thinking how much he had been wrong to Chibi all those long years. Even grown-ups wiped their eyes, saying, "Yes, he is wonderful." അപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും എന്ത് ചെയ്തു, എല്ലാവരും ആകെ കരഞ്ഞു. എന്നിട്ട് അവർ ചിന്തിച്ചു, എങ്ങനെയാണ് ചിബി ഇത്രയും വർഷങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ചിന്തിച്ചു. അങ്ങനെ അവരുടെ കണ്ണുനീരിൽ നിന്ന് കണ്ണീര് വരികയും അതിൻ്റെ ഒപ്പം തന്നെ അവരെ തുടച്ചുകൊണ്ട് പറയുകയാണ്, യെസ് ഹി ഈസ് വണ്ടർഫുൾ, അവർ വളരെയധികം വണ്ടർഫുൾ ആണെന്ന് പറഞ്ഞു. ഓക്കെ, വൈപ്പ് എന്ന് പറയുന്നതാണ് തുടക്കുക എന്നുള്ളതാണ് അർത്ഥം. Then Chibi was the only one in our class honored for perfect attendance through all the 6 years. ഈ 6 വർഷത്തിലും പെർഫെക്റ്റ് അറ്റൻഡൻസ് കിട്ടിയിട്ടുള്ള ആകൊരു ഓണർ ചെയ്ത കുട്ടി എന്ന് പറയുന്നത് ചിബി മാത്രമായിരുന്നു. കാരണം എല്ലാ ദിവസവും ക്ലാസ്സിൽ വരുമായിരുന്നു, ഒന്നും ലീവ് എടുക്കാറില്ല എന്ന് അർത്ഥം. Chibi still came to the village to sell the charcoal he and his family made. ചിബി വില്ലേജിലേക്ക് എത്തിയതിന് ശേഷം അവൻ ചെയ്യുന്നത് എന്താണ്, സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞ് അവൻ ചാർക്കോൾ വിൽക്കാൻ വേണ്ടി ഫാമിലി ഉണ്ടാക്കിയ ചാർക്കോൾ വിൽക്കാൻ വേണ്ടി പോകും. ബട്ട് നോബഡി കോൾഡ് ഹിം ചിബി എനിമോർ, വി ഓൾ കോൾഡ് ഹിം ക്രോ ബോയ്. അപ്പോൾ ആരും അവൻ എന്താണ് ഒന്നും വിളിക്കാറില്ല, ചിബി എന്നൊന്നും വിളിക്കാറില്ല, പക്ഷെ എന്താണ് എല്ലാവരും അവനെ ക്രോ ബോയ് എന്നാണ് വിളിക്കാറ്. ഹായ് ക്രോ ബോയ്, വി സ്റ്റിൽ heard his imitation of a happy crow as he returned home along the mountain road. അപ്പോൾ ഈ മൗണ്ടൈൻ റോഡ് കഴിഞ്ഞ് നീ വീട്ടിലെത്തിക്കഴിഞ്ഞാലും നീ വളരെയധികം എന്താണ് ഇത്രയും ഇമിറ്റേറ്റ് ചെയ്യുന്ന, അല്ലെ ഇത്രയും ഹാപ്പി ആയിരിക്കുന്ന ഒരു ക്രോ ആയിട്ട് നിനക്ക് മാറാൻ കഴിയട്ടെ, അല്ലെങ്കിൽ നീ അങ്ങനെ ആവട്ടെ എന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന് താഴെയുള്ള ഓതറെ കുറിച്ച് വായിക്കാം. ടാരോ യാഷിമ വാസ് എ ജപ്പാനീസ് അമേരിക്കൻ ആർട്ടിസ്റ്റ് ആൻഡ് ഓതർ ഓഫ് ചിൽഡ്രൻസ് ബുക്ക്. അപ്പോൾ ചിൽഡ്രൻസ് ബുക്ക് എഴുതിയിട്ടുള്ള ഒരു ജപ്പാനീസ് അമേരിക്കൻ ആർട്ടിസ്റ്റ് ആണ് ടാരോ യാഷിമ എന്ന് പറയുന്നത്. ഹി ബിക്കെയിം നോൺ ഫോർ ഹിസ് വൈബ്രന്റ് ഇലിസ്ട്രേഷൻസ് ആൻഡ് എൻഗേജിങ് സ്റ്റോറീസ്. അദ്ദേഹം എന്താണ് വൈബ്രന്റ് ആയിട്ടുള്ള ഒരുപാട് എൻഗേജിങ് ആയിട്ടുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ വാല്യൂഡ് ഹിസ് ഇന്ററാക്ഷൻ വിത്ത് ചിൽഡ്രൻ അറൌണ്ട് ദ വേൾഡ് കൺസിഡറിങ് ദം ഇസ് ഗ്രേറ്റസ്റ്റ് ടീച്ചേഴ്സ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ടീച്ചേഴ്സുമായിട്ടുള്ള അതുമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം, സൈഡ് ക്വസ്റ്റ്യൻസ്, അതിനുശേഷം നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ചിബി ഹൈഡ് ഇൻ ദ സെല്ലാർ? എന്തിനാണ് ചിബി സെല്ലാറിൽ ഹൈഡ് ചെയ്തത്, ഒളിച്ചിരുന്നത്? എന്തുകൊണ്ടായിരുന്നു? ചിബി ഹൈഡ്സ് ഇൻ ദ സെല്ലാർ ബിക്കോസ് ഹി ഫീൽസ് ഡിഫറെൻറ്റ് ആൻഡ് അലോൺ. ഓൾസോ ഹീ ഈസ് അഫ്രൈഡ് ടു ഫേസ് ഹിസ് ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ്. അഥവാ ചിബിക്ക് സെല്ലാറിൽ ഒളിച്ചതിൻ്റെ കാരണം അവനക്ക് തന്നെ തോന്നിയിരുന്നു അവന് ഡിഫറെൻ്റ് ആണ്, അതുപോലെ തന്നെ അവൻ ഒറ്റക്കാണ് എന്നൊക്കെ തോന്നിയിരുന്നു. അത് മാത്രമല്ല ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ ഫേസ് ചെയ്യാൻ അവനക്ക് പേടിയായിരുന്നു, അതുകൊണ്ടാണ് അവനെ അവിടെ ഒളിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ നിക് നെയിം ചിബി മീൻസ്? എന്താണ് ചിബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ചിബി മീൻസ്? ടൈനി ബോയ് എന്നതാണ് അർത്ഥം. മൂന്നാമത്തത്, വൈ വാസ് ചിബി ലെഫ്റ്റ് അലോൺ അറ്റ് സ്റ്റഡി ടൈം? എന്തുകൊണ്ടാണ് ചിബി പഠിക്കുന്ന സമയത്തൊക്കെ ഒറ്റക്കായി പോയത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി വാസ് ടു സ്കെയർ ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതർ ചിൽഡ്രൻ. അവനക്ക് മറ്റുള്ള കുട്ടികളുമായിട്ട് ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവനക്ക് ഭയങ്കര പേടിയായിരുന്നു, അതുകൊണ്ടാണ് അവന് ഒറ്റക്കായി പോയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ ആണ്.
ഹൗ ഡിഡ് ചിബി അമ്യൂസ് ഹിംസെൽഫ് ഡ്യൂറിങ് ക്ലാസ് ഹവേഴ്സ്? എങ്ങനെയാണ് അവൻ്റെ ക്ലാസ് ഹവേഴ്സൊക്കെ അവനിങ്ങനെ ചെലവഴിച്ചിരുന്നത്? എങ്ങനെയൊക്കെ ആയിരുന്നു? ഹി വുഡ് ജസ്റ്റ് സ്റ്റെയർ അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ഡെസ്ക് ഫോർ എ ലോങ് ടൈം ഓർ ലൈക്ക് ഗേസിങ് അറ്റ് ദ സീലിംഗ് ഓഫ് ഹവേഴ്സ്. അവനിങ്ങനെ അവരുടെ ഡെസ്കിലൊക്കെ ഒരുപാട് സമയം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമായിരുന്നു. അതുപോലെ തന്നെ അതിലുള്ള അങ്ങനെയൊക്കെ നോക്കിയിട്ടും അതുപോലെ അതിൻ്റെ ടോപ്പും ഡെസ്കൊക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് അവന് സമയം ചെലവഴിച്ചിരുന്നത്. ഈവൻ എന്ത് കാര്യത്തിലും അവന് അവൻ്റേതായ ഒരു ഹാപ്പിനെസ്സും അവൻ്റേതായ ഒരു ഡിഫറൻസ് ഒക്കെ കണ്ടെത്തുമായിരുന്നു. നെക്സ്റ്റ് വൺ, വൈ ഡിഡ് എവ്രി വൺ കോൾ ചിബി സ്ലോ പോക്ക്? എന്തുകൊണ്ടാണ് ചിബിയെ സ്ലോ പോക്ക് എന്നെല്ലാവരും വിളിച്ചിരുന്നത്? ബിക്കോസ് ഹി വാസ് വെരി സ്ലോ ഇൻ എവറിത്തിങ്. അവൻ എല്ലാത്തിലും വളരെ സ്ലോ ആയിരുന്നത് കൊണ്ടാണ് സ്ലോ പോക്ക് എന്നവനെ വിളിച്ചിരുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹു ചേഞ്ച് ദ വേ വി ലുക്ക്ഡ് അറ്റ് ചിബി? ചിബിയെ ആകെ ചേഞ്ച് ചെയ്തത് ആരായിരുന്നു? ഇറ്റ് വാസ് ദ ന്യൂ ടീച്ചർ മിസ്റ്റർ ഐസോപ്പ്. ഐസോപ്പ് എന്നും ഇസോപ്പ് എന്നും വായിക്കാം. ഓക്കെ, ഐസോപ്പ് ഹു ചേഞ്ച് ദ വേ എവ്രി വൺ ലുക്ക്ഡ് അറ്റ് ചിബി. അപ്പോൾ ആ ന്യൂ ടീച്ചറായിട്ടുള്ള മിസ്റ്റർ ഐസോപ്പാണ് അവനെ ആകെ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാവരും അവനെ നോക്കിയതും മറ്റുമൊക്കെ ആ ഒരു സമയത്തായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെവൻത്ത് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡിഡ് മിസ്റ്റർ ഐസോപ്പ് എൻകറേജ് ചിബി? എങ്ങനെയായിരുന്നു മിസ്റ്റർ ഐസോപ്പ് ചിബിയെ എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹി ബിഗേൻ ടു സ്പെൻഡ് ടൈം വിത്ത് ചിബി ആൻഡ് ടോക്ക് വിത്ത് ഹിം. അവനായിട്ട് സംസാരിക്കാനും അവനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ തുടങ്ങി. ഓൾസോ ഹി നെവർ കംപ്ലൈൻറ്റ് അബൌട്ട് ചിബീസ് ഹാൻഡ് റൈറ്റിംഗ്. ചിബിയുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ട് ഒരു കംപ്ലൈൻറ്റും പറഞ്ഞില്ല. ഹി ഈവൻ ഡിസ്പ്ലേഡ് ചിബീസ് ഡ്രോയിങ്സ് ആൻഡ് റൈറ്റിംഗ്സ് ഇൻ ദയർ ക്ലാസ്. അപ്പോൾ ചിബിയുടെ റൈറ്റിംഗ്സും ഡ്രോയിങ്സും ഒക്കെ ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എയ്ത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് മിസ്റ്റർ ഐസോപ്പ് ഹെൽപ്പ് ചിബി ഫീലിംഗ് ബെറ്റർ അബൌട്ട് ഹിംസെൽഫ്? എങ്ങനെയായിരുന്നു ചിബിക്ക് തന്നെ അവൻ്റെ അടുത്ത് അവനോട് തന്നെ ഒരു ഞാൻ നല്ലതാണ് എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടുവന്നത് എങ്ങനെയായിരുന്നു? ഹി ഓൾവേസ് എൻകറേജ് ചിബി ആൻഡ് ഈവൻ ഗേവ് ഹിം എ ചാൻസ് ടു പെർഫോം ഇൻ ദ ടാലൻറ്റ് ഷോ. ടാലൻറ്റ് ഷോയിൽ ഒരു ചാൻസ് നൽകുകയും എപ്പോഴും ചിബിയെ ഇങ്ങനെ എൻകറേജ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. നെക്സ്റ്റ് നയൻത്ത് ക്വസ്റ്റ്യൻ, വാട്ട് പെർഫോമൻസ് ഡിഡ് ചിബി ഗീവ് അറ്റ് ദ ടാലൻറ്റ് ഷോ? ആ ടാലൻറ്റ് ഷോയിൽ ചിബി എന്തായിരുന്നു പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ ഇമിറ്റേറ്റഡ് ദ സൗണ്ട്സ് ഓഫ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്രോസ്. അപ്പോൾ വെറൈറ്റീസ് ഓഫ് ക്രോസിൻ്റെ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്യാണ് ചിബി ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ഹൗ ഡിഡ് ചിബി ലേൺ ദ ക്രൈസ് ഓഫ് ദ ക്രോസ്? ഈ ക്രോസിൻ്റെ സൗണ്ട്സൊക്കെ ആ ഒരു കരച്ചിലൊക്കെ എങ്ങനെയായിരുന്നു ചിബി പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഹി ഒബ്സർവ്ഡ് ഇറ്റ് ഡ്യൂറിങ് ഹിസ് ലോങ് വാക്ക് ടു ദ സ്കൂൾ ഫോർ ദ പാസ്റ്റ് 6 years. അപ്പോൾ ലാസ്റ്റ് 6 വർഷമായിട്ട് അവരെന്താണ് സ്കൂളിലേക്ക് ലോങ് വാക്കാണ് ചെയ്യുന്നത് അല്ലേ, ഒരുപാട് ദൂരം നടന്നാണ് വരുന്നത്. അപ്പോൾ ആ സമയത്താണ് അവൻ ഇതൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ അതർ ചിൽഡ്രൻ റിയാക്ട് ടു ചിബീസ് പെർഫോമൻസ്? എങ്ങനെയായിരിക്കും ബാക്കിയുള്ള കുട്ടികളൊക്കെ ചിബിയുടെ പെർഫോമൻസിനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക? എങ്ങനെയായിരിക്കും? അതർ ചിൽഡ്രൻ റിയലൈസ്ഡ് ദാറ്റ് ദെയർ മിസ്റ്റേക്ക് ആൻഡ് സ്റ്റാർട്ടഡ് ടു അപ്രീഷിയേറ്റ് ചിബി ആൻഡ് ഹിസ് ടാലൻസ്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ അപ്പം മനസ്സിലായി അവരുടെ മിസ്റ്റേക്ക് എന്താണെന്നും അത് മാത്രമല്ല ചിബിയുടെ ടാലൻറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ അവർ തുടങ്ങുകയും ചെയ്തു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ന്യൂ ഗെയിം ഡിഡ് ചിബി ഗെറ്റ് ആഫ്റ്റർ ദ ടാലൻറ്റ് ഷോ? വൈ? എന്താണ് ലാസ്റ്റ് നമ്മുടെ ചിബിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ടാലൻറ്റ് ഷോയിൽ നിന്നും കിട്ടിയിട്ടുള്ള പുതിയ നെയിം എന്ന് പറയുന്നത്? എന്തുകൊണ്ട്? എന്തായിരുന്നു? ഹി ഗോട്ട് ദ നെയിം ക്രോ ബോയ് ആഫ്റ്റർ ദ ഷോ. അപ്പോൾ ഷോ കഴിഞ്ഞതിന് ശേഷം അവനിക്ക് കിട്ടിയ പേരെന്ന് പറയുന്നത് ക്രോ ബോയ് എന്നുള്ളതായിരുന്നു അല്ലേ. ബിക്കോസ് ഹി പെർഫോംഡ് ദ സൗണ്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ക്രോസ്. അവന് ആ ഡിഫറെൻറ്റ് ക്രോസിൻ്റെ സൗണ്ട്സ് ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനക്ക് ആ ഒരു പേര് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റി നോക്കാം. ഫസ്റ്റ് വൺ ആണ്, ലെറ്റ് us ഡെവലപ്പ് എ സ്റ്റോറി മാപ്പ് അബൌട്ട് ജിബി അറ്റ് സ്കൂൾ. ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് വേ ടു ഫൈൻഡ് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ഹിസ് സ്റ്റോറി ലൈക്ക് വേർ ഇറ്റ് ഹാപ്പൻസ്, ഹൂ ആർ ഇൻ ഇറ്റ് ആൻഡ് വാട്ട് ഇവൻറ്റ്സ് ടേക്ക് പ്ലേസ്. അപ്പോൾ നമ്മളെടുത്ത് ഈ സ്റ്റോറിയുടെ ഒരു സ്റ്റോറി മാപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് എന്തൊക്കെ വേണം? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പാർട്സ് ഇതിൽ വേണം. ഇതെവിടെ സംഭവിച്ചു, ഇത് എപ്പോൾ സംഭവിച്ചു, ആരൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇവൻറ്റ്സ് എന്നെല്ലാം നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. സ്റ്റോറി മാപ്പ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി എന്താണ്? ക്രോ ബോയ് എന്ന് കൊടുക്കുക. ദെൻ ഓദർ ആരാണ്? ടാരോ യാഷിമ എന്ന് കൊടുക്കുക. സെറ്റിംഗ് വേർ ആൻഡ് വെൻ ദ സ്റ്റോറി ടേക്സ് പ്ലേസ്. ഇത് എപ്പോഴാണ് എവിടെയാണ് നടന്നിട്ടുള്ളത്? എപ്പോഴാണ്? മോർണിംഗിലായിരുന്നു, വില്ലേജ് സ്കൂളിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഓർ എനിമൽസ് ഇൻ ദ സ്റ്റോറി. ആരൊക്കെയാണ്? ചിപ്പി, ഐസോപ്പ്, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്. ഇത്രയുമാണ് അതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ബിഗിനിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ Chibi hides because he feels different and alone. His small quiet
quiet and the other kids call him ചിബി ആൻഡ് ലീവ് ഇൻ ഹിം ഔട്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ സ്കൂളാണ്, അത് മാത്രമല്ല ചിബി എന്ന് ഹൈഡ് ചെയ്തു. അവന് ഡിഫറെൻ്റ് ആയിട്ടും ഒറ്റക്കായിട്ടൊക്കെ ഫീൽ ചെയ്തതുകൊണ്ടാണ്. മാത്രമല്ല അവൻ വളരെ സ്മോളാണ്, ക്വയറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ചിബി എന്നാണ് അവനെ വിളിക്കുന്നത്. എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡിൽ എന്താണെന്നാണ്. മിഡിൽ എന്തായിരുന്നു? എ ന്യൂ ടീച്ചർ നെയ്മഡ് ഐസോപ്പ് കെയിം ആൻഡ് ഹി എൻകറേജ്ഡ് ചിബി. ഒരു ഐസോപ്പ് എന്ന് പറയുന്ന പുതിയ ടീച്ചർ വന്നിട്ട് നമ്മുടെ ചിബിയെ എൻകറേജ് ചെയ്തു. ഹി സപ്പോർട്ടഡ് ഹിം ആൻഡ് ചേഞ്ച് അതർ സ്റ്റുഡൻസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ചിബി. അപ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് ചിബിയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഇതിലൂടെ ചേഞ്ച് ചെയ്യാനും അവന് സപ്പോർട്ട് ചെയ്യാനൊക്കെ കഴിഞ്ഞു. ഇനി എൻഡിങ് എന്തായിരുന്നു? ചിബീസ് പെർഫോമൻസ് ഡ്യൂറിങ് ടാലൻറ്റ് ഷോ മെയ്ഡ് എവ്രി വൺ റിയലൈസ് ദെയർ മിസ്റ്റേക്സ് ആൻഡ് ദേ സ്റ്റാർട്ടഡ് ടു അപ്രീഷിയേറ്റ് ഹിം. അപ്പോൾ അവസാനം വരുന്നത് ചിബിയുടെ ടാലൻറ്റ് ഷോയിലെ ആ ഒരു പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി അവരുടെ മിസ്റ്റേക്കും. അതുപോലെ തന്നെ അന്ന് മുതൽ ചിബിയെ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. വാട്ട് ഡസ് ദ സ്റ്റോറി ടെൽ അസ് അബൌട്ട് ട്രീറ്റിംഗ് അതേഴ്സ് ഹൂ ആർ ഡിഫറെൻറ്റ് ഫ്രം അസ്? അപ്പോൾ ഇതിൽ നിന്നും മറ്റുള്ളവരെ, നമ്മളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നതാണ് ഈ സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നത്. ദിസ് സ്റ്റോറി ഡിപിക്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് everyone equally, especially those who are different. Excluding some people due to several reasons is really pathetic and we must change our attitude towards others like ചിബി. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവർ ഈക്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരുമായിട്ട് പെരുമാറണം. മാത്രമല്ല ഇത്രയും ഇങ്ങനെ പതൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും കുറച്ച് റീസൺസ് ഉള്ള ആളുകളെയൊക്കെ ഒരിക്കലും നമ്മൾ ഒറ്റപ്പെടുത്താനോ ഒന്നും പാടില്ല. അവരോടുള്ള ആറ്റിറ്റ്യൂഡിലൊക്കെ നമ്മൾ ചേഞ്ച് വരുത്തണം. ചിബിയെ പോലുള്ള ആളുകളോടുള്ള ആറ്റിറ്റ്യൂഡിലൊക്കെ നമ്മൾ ചേഞ്ച് വരുത്തണം എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജാണ് ഇതിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലെ രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് സെക്കൻഡ് വൺ. ഹിയർ ഈസ് എ താങ്ക് യു നോട്ട് പ്രിപ്പയർഡ് ബൈ ചിബി ഫോർ ഹിസ് ടീച്ചർ മിസ്റ്റർ ഐസോപ്പ്. അപ്പോൾ മിസ്റ്റർ ഐസോപ്പിന് വേണ്ടി ചിബി എഴുതിയിട്ടുള്ള ഒരു താങ്ക് യു നോട്ടാണ് തന്നിട്ടുള്ളത്. താങ്ക് യു ഡിയർ ടീച്ചർ, താങ്ക് യു ഫോർ ബീങ് എ വണ്ടർഫുൾ ടീച്ചർ ടു മീ. നിങ്ങൾ എനിക്ക് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ടീച്ചറാണ്. യു ഹെൽപ്ഡ് മീ വെൻ ഐ വാസ് സ്കെയർഡ് ആൻഡ് ലോൺലി. ഞാൻ വളരെ പേടിച്ചിരിക്കുമ്പോഴും ഒറ്റക്കായിരിക്കുമ്പോഴൊക്കെ എന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഐ എം സോ താങ്ക്ഫുൾ ഫോർ യുവർ കൈൻഡ്നസ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, ലവ് ചിബി. ഇങ്ങനെയാണ് ഒരു താങ്ക് യു നോട്ട് എഴുതേണ്ടത്. റൈറ്റ് എ താങ്ക് യു നോട്ട് ടു യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ ഹെൽപ്പിംഗ് യു വിത്ത് യുവർ ഇംഗ്ലീഷ് ലെസൺസ്. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ലെസൺസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി ഒരു താങ്ക് യു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം എന്ത് എഴുതണം? ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വരക്കുക, എന്നിട്ട് താങ്ക് യു എന്ന് ബിഗ് ആക്കിയിട്ട് എഴുതാം. ഡിയർ രാജു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജു, രാധ, ആർക്കാണോ നിങ്ങൾ എഴുതുന്നത് അയാളെ പേരവിടെ മെൻഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് മീ വിത്ത് മൈ ഇംഗ്ലീഷ് ലെസൺസ്. യു ആർ ദ ബെസ്റ്റ് ഫ്രണ്ട് എവർ. യുവർ എക്സ്പെക്ടേഷൻസ് made everything so easy to understand. I am lucky to have you. Love രാധ. ഓക്കെ, അപ്പോൾ നീ എൻ്റെ ഇംഗ്ലീഷ് ലെസൺസ് ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്തു. നീ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ടാണ്. നീ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ എനിക്കെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ഞാൻ വളരെ ലക്കിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബി ആണ്. റൈറ്റ് എ താങ്ക് യു നോട്ട് യുവർ ട്രെയിനർ ഓർ കോച്ച് ഹു ഹെൽപ്പ് യു ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻ ആർട്ടിക് ഫെസ്റ്റിവൽ ഓർ സ്പോർട്സ് ഇവൻറ്റ്. അപ്പോൾ നിങ്ങൾ സ്പോർട്സ് ഇവൻറ്റിലോ അല്ലെങ്കിൽ ആർട്ട് അല്ലെങ്കിൽ സ്കൂളിലെ കലോത്സവത്തിനോ ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ട്രെയിനറോ കോച്ചോ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള താങ്ക് യു നോട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ താങ്ക് യു എഴുതുക, എന്നിട്ട് ആളുടെ നെയിം എഴുതി കൊടുക്കുക. താങ്ക് യു ഫോർ ഗൈഡിങ് ആൻഡ് എൻകറേജ് മീ ടു ടേക്ക് പാർട്ട് ഇൻ ദ ഇവൻറ്റ്. അപ്പോൾ ഈ ഇവൻറ്റിൽ എന്നെ പാർട്ടാക്കിയതിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്തതിന് ഗൈഡ് ചെയ്തതിന് ഞാൻ താങ്ക് യു പറയാണ്. യുവർ ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ഹെൽപ്പ് മീ പെർഫോം വിത്ത് കോൺഫിഡൻസ്. നിങ്ങളുടെ ആ ഒരു ട്രെയിനിങ് ആയിരുന്നു അല്ലെങ്കിൽ ആ സപ്പോർട്ടായിരുന്നു എന്നെ ഈ ഒരു പെർഫോം ചെയ്യാൻ കോൺഫിഡൻസോട് കൂടി പെർഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഐ ഹാവ് ലേൺ സോ മച്ച് ആൻഡ് എൻജോയ്ഡ് എവറി മൊമെൻറ്റ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, എല്ലാ മൊമെൻറ്റും ഞാൻ എൻജോയ് ചെയ്തു. ഐ ട്രൂലി അപ്രീഷിയേറ്റ് യുവർ ഹാർഡ് വർക്ക് ആൻഡ് കെയർ. ഞാൻ നിങ്ങളുടെ ഹാർഡ് വർക്കും കെയറൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. സിൻസിയർലി, ആത്മാർത്ഥതയോടെ പേരെഴുതുക. അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കണം താങ്ക് യു നോട്ട് നിങ്ങളൊരു ട്രെയിനറിന് അല്ലെങ്കിൽ ഒരു കോച്ചിന് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി പുതിയ യൂണിറ്റാണ്, രണ്ടാമത്തെ യൂണിറ്റ്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനും മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ കഴിയട്ടെ. നമ്മൾ ഫസ്റ്റ് ടൈം എക്സാം ആകുമ്പോഴേക്കും നമ്മൾ അതുവരെയുള്ള പോർഷൻസ് ഒക്കെ കവർ ചെയ്യും. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് തുടങ്ങും. പുതിയ സിലബസ് ആണ്, എന്നാലും നമ്മൾ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.